ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. ഇന്ന് തൃക്കാർത്തികയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും തെരളിയപ്പം ചെയ്യുന്ന രീതിയുമൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതിനായി ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് വറുക്കണം. ഇത് ഞാൻ കടയിൽ നിന്ന് പാക്കറ്റിൽ കിട്ടുന്ന മാവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ വേണമെങ്കിൽ പച്ചരി കുതിർക്കാനിട്ടിട്ട് അത് പൊടിച്ചും വറുത്ത് വയ്ക്കാം. എനിക്കിപ്പോൾ എളുപ്പത്തിൽ ഞാൻ ഈ പാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ലേശം വറുത്താൽ മതി. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഈ മാവിൽ ഒരു നുള്ള് ഉപ്പും പിന്നെ ഒരു അരമുറി തേങ്ങ, ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിന് വേണ്ടത് ശർക്കരയാണ്. ശർക്കര ഉരുക്കി വേണേലും ചേർക്കാം. എനിക്കിപ്പോൾ ഇവിടെ നല്ല ശർക്കര കിട്ടി. ഇതിൽ കല്ലില്ല, അത് കാരണം ഞാൻ ഇതിനെ നല്ലതായിട്ട് പൊടിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ അങ്ങനെ ഡയറക്റ്റായി ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുക്കിയും ചേർക്കാം, കാരണം ചിലതിൽ കല്ല് കാണുമല്ലോ. അത് കാരണം ചെറുതായിട്ടൊന്ന്, അതിന് പാകം അങ്ങനെ വലുതായിട്ടില്ല. അതിൻ്റെ ഒന്ന് കലങ്ങി വരണം വെള്ളത്തിൽ, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ് ശർക്കര. ഇപ്പോൾ ഒരു 5-6 ഏലക്ക ഇതും കൂടെ ഒന്ന് പൊടിച്ച് ചേർക്കുക. ഇത് നന്നായിട്ട് പൊടിയണമെങ്കിൽ പഞ്ചസാര ചേർത്ത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. പക്ഷെ ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല, വെറുതെ ഒന്ന് 2-3 നുറുങ്ങിയാൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇതിൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് ശരിക്കും നന്നായി കൈകൊണ്ട് കുഴച്ചതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂ. വെള്ളം അധികമായാലും നമുക്കത് ഉരുട്ടിയെടുക്കാൻ പ്രയാസമാണ്. കൊഴുക്കട്ട ചെയ്യാറില്ലേ, അപ്പോൾ അതുപോലെ ഉരുട്ടിയെടുക്കാൻ അല്പം പ്രയാസമാണ്. അത് കാരണം മാവ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ നമുക്കറിയാം അതിൻ്റെ പദം മനസ്സിലാവും. അതിന് ശേഷം മാത്രമേ വെള്ളം ചേർക്കാവൂ. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത്ര മതിയാവും. നോക്കി ആവശ്യത്തിന് മാത്രം ചേർക്കുക. അങ്ങനെ ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ആവശ്യമായ, അതായത് തെരളിയപ്പത്തിന് ആവശ്യമായ കറക്റ്റായിട്ടുള്ള കണ്ടീഷനിൽ കിട്ടും. അപ്പോൾ ഇതിന് തെരളി ഇലയിൽ, എല്ലാവരും കണ്ടിരിക്കും തെരളി ഇല, ഈ ഇലയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് ഉരുട്ടിയെടുക്കുക. ഇതിനെ നമുക്ക് ഒരു ഈർക്കിൽ കൊണ്ട് കുത്തി ഒരു മാല പോലെയാക്കി ഇഡ്ഡലി കുക്കറിലോ ഇല്ല ഏത് സൗകര്യമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം സെറ്റായി. നമുക്കിതിനെ സ്റ്റൗവിലോട്ട് മാറ്റാം. ഇതൊരു 10 to 15 മിനിറ്റ്സ് വെന്താൽ മതിയാവും. നല്ല മണം വരും വേകുമ്പോൾ. ഞാനൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ഓഫ് ചെയ്യുകയാണ്. 15 മിനിറ്റ്സ് കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. അതൊരു മണം, നല്ല മണമാണ്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഇതിൽ കുറച്ച് ഭാഗം ഞങ്ങൾ ടേസ്റ്റ് നോക്കാറില്ല. ആദ്യം ഭഗവാന്റെ നിവേദ്യത്തിന് മാറ്റി വെച്ചിട്ട് നിവേദ്യം കഴിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ സന്ധ്യയായി, വീട്ടിൽ വിളക്ക് വെച്ചു. വീടിന് ചുറ്റും വിളക്ക് വെച്ചത് നമ്മുടെ വീട് വെച്ച ആദ്യത്തെ കാർത്തികയാണ്. അത് കാരണം സന്തോഷം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. നമ്മൾ വീടിന് ചുറ്റും എവിടെയൊക്കെ വിളക്ക് വയ്ക്കാമോ അവിടെയൊക്കെ വിളക്ക് വെച്ചു. അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടെയും പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇന്നത്തെ ദിവസം വളരെ വളരെ ഹാപ്പി ആയിരുന്നു.
നിങ്ങളെല്ലാവരും ഇതേപോലെ സന്തോഷത്തോടെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്ര തന്നെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.